Factors and multiples. Number 12-ന്റെ multiples ഏതൊക്കെയാണെന്ന് നോക്കാം. 12-ന്റെ multiples ഏതൊക്കെയാ വരിക? 4 3s are 12. 6 2s are 12. പിന്നെ 1 into 12s are 12. 4 3s are 12. 6 2s are 12. 1 12s are 12. These are the multiples of 12. What are the factors of 12? Factors 1, 12, 2, 3, 4, 6. 1, 2, 3, 4, 6, 12. These are the factors of 12. This is multiples of 12. These are factors of 12. Multiples and factors. Properties of factors and multiples. Every number is a factor of itself. എല്ലാ നമ്പേഴ്സും ആ നമ്പറിന്റെ തന്നെ ഫാക്ടർ ആയിരിക്കും. ഇപ്പൊ 12 പറഞ്ഞു, 12 ഈസ് എ ഫാക്ടർ ഓഫ് ഇറ്റ് സെൽഫ്. 12 എന്ന് പറയുന്ന നമ്പറിന്റെ ഫാക്ടേഴ്സിൽ 12ഉം വരും. ഇപ്പൊ 6ന്റെ ഫാക്ടേഴ്സ് എഴുതുവാണെങ്കിൽ ഏതെല്ലാമായിരിക്കും 6ന്റെ ഫാക്ടേഴ്സ്? 2 3s are 6. Then 6 ഉണ്ടാകും. 1 6 are 6. 1 6 are 6. Then 3 2s are 6. ഇത്രയും ഫാക്ടേഴ്സ് ആണ് 6ന്റെ വരിക. അപ്പൊ ഇതില് ആ നമ്പറും കൂടെ ഉണ്ട്. അതാണ് every number is a factor of itself. Then second one, 1 is a factor of every number. It is the smallest factor of every number. 1 is a factor of every number. 1 എന്ന് പറയുന്നതും എല്ലാ നമ്പേഴ്സിന്റെയും ഫാക്ടർ ആയിരിക്കും. It is the smallest factor of every number. എല്ലാ നമ്പറിന്റെയും സ്മോളസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 എന്ന് പറയുന്നത് എല്ലാ നമ്പേഴ്സിന്റെയും ഫാക്ടർ ആയിട്ട് എഴുതാൻ കഴിയുന്നതാണ്. The greatest factor of the number is the number itself. ഗ്രേറ്റസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്, ഒരു നമ്പറിന്റെ ഗ്രേറ്റസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയായിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കുക, 12ന്റെ ഫാക്ടേഴ്സ് എഴുതി. ഇതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ ഏതാണ്? 12 തന്നെ. ആ നമ്പർ തന്നെയായിരിക്കും ഗ്രേറ്റസ്റ്റ് ഫാക്ടർ. ഗ്രേറ്റസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയായിരിക്കും. നൺ ഓഫ് ദി ഫാക്ടേഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദി നമ്പർ. ഒരിക്കലും ആ നമ്പറിനേക്കാളും വലിയ ഫാക്ടർ ഉണ്ടാവില്ല. Then every number is a factor of 0. Every number is a factor of 0. എല്ലാ നമ്പേഴ്സും സീറോയുടെ ഫാക്ടേഴ്സ് ആയിരിക്കും. Then next one, multiples. Properties of multiples. Every number is a multiple of 1. എല്ലാ നമ്പേഴ്സും 1ന്റെ മൾട്ടിപ്പിൾ ആണ്. 1 into 3 3 ആണ്. 2 into 1 2 ആണ്. 4 into 1 4 ആണ്. എല്ലാ നമ്പേഴ്സും 1ന്റെ മൾട്ടിപ്പിൾസ് ആണ്. Every number is the smallest multiple of itself. എല്ലാ നമ്പേഴ്സും ആ നമ്പറിന്റെ തന്നെ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾസ് ആണ്. ഇപ്പൊ 3 into 1 എന്ന് പറയുന്നത് 3. അതിന്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾസ് അതായിരിക്കും. പിന്നെ 3 into 2 6 ആവും. പിന്നെ നമ്പേഴ്സ് കൂടി കൂടിയാണ് വരുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ നമ്പർ തന്നെയായിരിക്കും. Every number is the smallest multiple of itself. Then a multiple of a number is equal to or greater than the number. Multiples of a number is equal to or greater than the number. ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ഒന്നില്ലെങ്കിൽ ആ നമ്പറിനോട് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആ നമ്പറിനേക്കാളും വലുതായിരിക്കും. ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ഇപ്പൊ 3യുടെ മൾട്ടിപ്പിൾസ് ഒന്നില്ലെങ്കിൽ 3 ആയിരിക്കും, അല്ലെങ്കിൽ 3യേക്കാൾ വലിയ നമ്പർ ആയിരിക്കും 6. പിന്നീട് വരുന്നതെല്ലാം വലിയ നമ്പർ. ഒന്നില്ലെങ്കിൽ 3 ആ നമ്പർ തന്നെ, അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ടുള്ള നമ്പർ ആയിരിക്കും മൾട്ടിപ്പിൾസ് ആയിട്ട് വരിക. മൾട്ടിപ്പിൾസ് ഓഫ് എനി നമ്പർ ആർ ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് ആയിരിക്കും. അതായത് മൾട്ടിപ്ലൈ ചെയ്ത് പോകാൻ കഴിയും. 3 into 1 3 3 into 2 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകാൻ കഴിയും. ഇൻഫിനിറ്റ് ആയിരിക്കും അത്. ഓക്കെ. ഡിവിസിബിലിറ്റി റൂള്. ഡിവിസിബിലിറ്റി റൂൾ ഹെൽപ്പ് us to find whether a number divides another number completely without performing actual division. Actual division ചെയ്യാതെ തന്നെ ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു റൂളാണ് ഡിവിസിബിലിറ്റി റൂള്. ഡിവിസിബിലിറ്റി
by 2. A number is divisible by 2 if it has 0, 2, 4, 6 and 8 at its ones place. ഒരു നമ്പറിന് 2 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് അറിയണമെങ്കിൽ, ഒരു നമ്പർ 2 ഡിവിസിബിൾ ആണ് എന്ന് അറിയണമെങ്കിൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ ഇത്രയും നമ്പേഴ്സ് ഉണ്ടാകും: 0, 2, 4, 6, 8. ഈവൻ നമ്പേഴ്സും സീറോയും ആണ് യൂണിറ്റ് പ്ലേസിലെങ്കിൽ ആ നമ്പർ 2 ഡിവിസിബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 240 0 ആണ് യൂണിറ്റ് പ്ലേസിൽ, 2 ഡിവിസിബിൾ ആണ്. ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 2 ആണ്, അതുകൊണ്ട് ഈ നമ്പർ 2 ഡിവിസിബിൾ ആണ്. ഇവിടെയും 4 ആണ്, ഡിവിസിബിൾ ആണ്. 6 ആണ്, അതുകൊണ്ട് ഡിവിസിബിൾ ആണ്. 8 ആണ്, അതുകൊണ്ട് ഈ നമ്പറും ഡിവിസിബിൾ ആണ്. ബിക്കോസ് their one digits are 0, 2, 4, 6 and 8 respectively. Then next one 380 0 ആണ്, അതുകൊണ്ട് 2 ഡിവിസിബിൾ ആണ്. ഇവിടെയും 2 ഡിവിസിബിൾ ആണ്. ഇവിടെ ഓഡ് നമ്പർ ആണ്, അതുകൊണ്ട് 2 ഡിവിസിബിൾ അല്ല. ഇവിടെയും ഓഡ് നമ്പർ 2 ഡിവിസിബിൾ അല്ല. ഇവിടെ ഈവൻ നമ്പർ ആണ്, 2 ഡിവിസിബിൾ ആണ്. ഇവിടെയും ഓഡ് നമ്പർ, അപ്പോൾ ഡിവിസിബിൾ അല്ല. ഇവിടെ ഡിവിസിബിൾ ആണ്, ഡിവിസിബിൾ ആണ്, ഡിവിസിബിൾ ആണ്. ഇവിടെയും ഡിവിസിബിൾ ആണ്. അപ്പൊ ഈവൻ നമ്പേഴ്സ് വരുന്നിടത്തും 0 വരുന്നിടത്തും 2 ഡിവിസിബിൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഡിവിസിബിൾ ബൈ 5. Divisibility by 5. A number is divisible by 5 if it has 0 or 5 at its ones place. 0യോ 5ഓ ആണ് യൂണിറ്റ് പ്ലേസിലെങ്കിൽ ആ നമ്പർ 5 ഡിവിസിബിൾ ആണ്. 5, ഈ നമ്പർ 5 ഡിവിസിബിൾ ആണ്, കാരണം ഇതിന്റെ യൂണിറ്റ് പ്ലേസ് 5 ആണ്. ഇത് 5 ഡിവിസിബിൾ അല്ല, കാരണം ഇതിന്റെ യൂണിറ്റ് പ്ലേസ് 0യും അല്ല 5ഉം അല്ല. 0യോ 5ഓ ആണെങ്കിൽ 5 ഡിവിസിബിൾ ആണ്. യൂണിറ്റ് പ്ലേസ് 0യോ 5ഓ ആയിരിക്കണം. ഈ നമ്പേഴ്സ് 0 ഇവിടെ 5 ഡിവിസിബിൾ ആണ്. ഇത് ഡിവിസിബിൾ അല്ല. ഇത് ഡിവിസിബിൾ ആണ്, 5 ആണ് യൂണിറ്റ് പ്ലേസിൽ. ഇത് ഡിവിസിബിൾ അല്ല. ഇത് 0 ആണ്, 0യും 5ഉം ആണെങ്കിൽ 5 ഡിവിസിബിൾ ആണ്. 7 ഡിവിസിബിൾ അല്ല, 0 ഡിവിസിബിൾ ആണ്. ഇത് 9 ആണ് വന്നിരിക്കുന്നത്, അപ്പോൾ ഇതും ഡിവിസിബിൾ അല്ല. ഇത് ഡിവിസിബിൾ ആണ്, ഇത് ഡിവിസിബിൾ അല്ല, കാരണം 9 ആണ്. 0യും 5ഉം വരുന്നത് മാത്രമാണ് ഡിവിസിബിൾ ആയിട്ട് വരുള്ളൂ. നെക്സ്റ്റ് വൺ ഡിവിസിബിലിറ്റി ബൈ 10. A number is divisible by 10 if it has 0 at its ones place. Onesന്റെ പ്ലേസിൽ 0 ആണെങ്കിൽ ആ നമ്പർ 10 ഡിവിസിബിൾ ആയിരിക്കും. ഇവിടെ നോക്കുക, ഈ നമ്പർ 10 ഡിവിസിബിൾ ആണ്, കാരണം യൂണിറ്റ് പ്ലേസ് 0 ആണ്, അതുകൊണ്ട് 10 ഡിവിസിബിൾ ആണ്. ഇവിടെ യൂണിറ്റ് പ്ലേസ് 8 ആണ്, അതുകൊണ്ട് ഈ നമ്പർ 10 ഡിവിസിബിൾ അല്ല. ഇപ്പൊ ഇതിനകത്ത് ഏതൊക്കെ നമ്പേഴ്സ് 10 ഡിവിസിബിൾ ആണ്? 0 യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് മാത്രമായിരിക്കും 10 ഡിവിസിബിൾ ആവുക. അപ്പൊ ഇത് ഡിവിസിബിൾ ആണ്, ഇത് ഡിവിസിബിൾ അല്ല, ഇതുമല്ല, ഇതുമല്ല. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 10 because 0 in its unit place. This is divisible by 10 because 0 its units place. It is also divisible by 10. It is not divisible by 10. ഇത് divisible by 10 അല്ല, കാരണം ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ 0 ഇല്ല. ഇതും divisible by 10 ആണ്, ഇത് divisible by 10 അല്ല, കാരണം യൂണിറ്റ് പ്ലേസിൽ 2 ആണ്, 0 അല്ല. Divisibility by 3. A number is divisible by 3 if the sum of its digit is divisible by 3. ഒരു നമ്പർ 3 ഡിവിസിബിൾ ആവണമെങ്കിൽ അതിന്റെ ഡിജിറ്റിന്റെ സമ്മ് 3 ഡിവിസിബിൾ ആവണം. അതായത് ഇപ്പോൾ ഒരു നമ്പർ 4580, ഇത് ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഓരോ ഡിജിറ്റും 4+5+1+8 ഇങ്ങനെ ആഡ് ചെയ്യുക. ഓരോ ഡിജിറ്റും ആഡ് ചെയ്യുക. ഓരോ ഡിജിറ്റും ആഡ് ചെയ്യുമ്പോൾ 18 ആണ് കിട്ടുന്നത്. 18 3യുടെ ടേബിളിൽ ഉണ്ടോ എന്ന് നോക്കാം. 6 3s are 18 ആണ്. അപ്പോൾ ഈ നമ്പർ 3 ഡിവിസിബിൾ ആണ്. 3യുടെ ടേബിളിൽ 18 കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഈ നമ്പർ 3 ഡിവിസിബിൾ ആണ്. അടുത്ത നമ്പർ 72019. ഇതിലും ഓരോ ഡിജിറ്റ് ആഡ് ചെയ്യുക. 7+2+0+1+9. ഓരോ ഡിജിറ്റും ആഡ് ചെയ്യുമ്പോൾ 19 ആണ് കിട്ടുന്നത്. 19 3യുടെ ടേബിളിൽ ഇല്ല. സോ വിച്ച് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. ഇവിടെ 3യുടെ ടേബിളിൽ 19 കിട്ടുന്നില്ല, അതുകൊണ്ട് ആ നമ്പർ, തന്നിരിക്കുന്ന നമ്പർ 3 ഡിവിസിബിൾ അല്ല. ഇവിടെ 96393. ഓരോ ഡിജിറ്റും ആഡ് ചെയ്ത് നോക്കാം. 3യുടെ ഡിവിസിബിലിറ്റി റൂൾ നോക്കണം. അപ്പൊ 3യുടെ ഡിവിസിബിലിറ്റി റൂൾ നോക്കണമെങ്കിൽ ഓരോ നമ്പേഴ്സും ആഡ് ചെയ്യണം. 9+6+3+9+3 ഓരോ നമ്പേഴ്സും ആഡ് ചെയ്യാം. 30 ഈസ് ഡിവിസിബിൾ ബൈ
3. 13 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ നമ്പർ divisible by 3 ആണ്. 13 is divisible by 3. Divisible by 3. So, the number 96393 is divisible by 3. Another example, 43245. Add the numbers. Add each digit of the number. 18. 18 is divisible by 3. So, 18 is divisible by 3. So, the number 43,245 is divisible by 3. Divisibility by 9. A number is divisible by 9 if the sum of its digits is divisible by 9. A number is divisible by 9 if the sum of its digit is divisible by 9. This is same as the divisibility rule of 3. For example, a number 19,981 is divisible by 9 because sum of digits 19,981 9ൽ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഓരോ ഡിജിറ്റും ആഡ് ചെയ്യുക. 9 + 0 + 9 + 8 + 1 ഓരോന്നും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 27. 27 9ന്റെ ടേബിളിൽ ഉണ്ടോ നോക്കുക. 27 9 3s are 27. So it is divisible by 9. 27 divisible by 9 ആണെങ്കിൽ ഈ നമ്പറും divisible by 9 ആയിരിക്കും. അപ്പോൾ അടുത്ത നമ്പർ നോക്കാം. 54731. സം ഓഫ് ദി ഡിജിറ്റ്സ് എന്താണെന്ന് നോക്കാം. 5 + 4 + 7 + 3 + 1 which is equal to 20. 20 is not divisible by 9. 20 9ന്റെ ടേബിളിൽ ഇല്ല. So the number is not divisible by 9. Next one, divisibility by 4. A number is divisible by 4 if the number formed by its digits in tens and ones place is divisible by 4. ഒരു നമ്പർ divisible by 4 ആവണമെങ്കിൽ അതിന്റെ ടെൻസ് പ്ലേസും വൺസ് പ്ലേസും divisible by 4 ആയിരിക്കണം. അതായത് ഇതാണ് നമ്പർ, തന്നിരിക്കുന്ന നമ്പർ ഇതാണ്. ഇത് divisible by 4 ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ 56 4ൽ ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ 56നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ, ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നുണ്ടെങ്കിൽ ഈ നമ്പർ ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. ഇവിടെ 780456 56നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. 780456 ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. 56നെ 4ൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. 1 4s are 4. 5 - 4 is 1. 16. 4 4s are 16. റിമൈൻഡർ 0 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ നമ്പർ divisible by this number is divisible by 4. Divisibility by 4 ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എടുക്കുക. 46 divisible by 4 ആണോ നോക്കുക. 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 6 1 4s are 4. 6 - 4 2. റിമൈൻഡർ 2 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ by 4. റിമൈൻഡർ 0 കിട്ടിയാലാണ് ഡിവിസിബിൾ ആവുള്ളൂ. ഇത് റിമൈൻഡർ 0 അല്ല 2 ആണ്. അതുകൊണ്ട് 46 4ൽ ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് എന്താണ് ഈ നമ്പറും
4ൽ ഡിവിസിബിൾ അല്ല. Divisibility by 8. A number is divisible by 8 if the number formed by its digits in 100, tens and ones place is divisible by 8. ഇവിടെ ഡിവിസിബിൾ ബൈ 8 ആണോ എന്ന് നോക്കണമെങ്കിൽ, ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 8 ആണോ എന്ന് നോക്കണമെങ്കിൽ അതിന്റെ വൺസ്, ടെൻസ്, 100 പ്ലേസ് എടുക്കുക. വൺസ്, ടെൻസ്, 100 പ്ലേസ്, വൺസ്, ടെൻസ്, 100 പ്ലേസ് എടുക്കുക. 9, 7, 6 എടുക്കുക. ഈ നമ്പർ 8ൽ ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കുക. എന്നിട്ട് 8 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 9, 7, 6നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ നമ്പർ 8ൽ ഡിവിസിബിൾ ആയിരിക്കും. പറ്റുന്നില്ലെങ്കിൽ നോട്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ 9, 7, 6നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. 9, 7, 6നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. 1 8s are 8. 8 9 minus 8 1 7. 2 8s are 16. 7 minus 6 1. Then 6 2 times 16. So 9 7 6 8ൽ ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് ഈ നമ്പർ 8ൽ ഡിവിസിബിൾ ആണെന്ന് കിട്ടും. നെക്സ്റ്റ് വൺ, ദിസ് നമ്പർ 138. 138 is not divisible by 8. So the number is not divisible by 8. ഇവിടെ 138 എന്ന് പറയുന്ന നമ്പർ 8ൽ ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് ഈ നമ്പറും തന്നിരിക്കുന്ന നമ്പറും 8ൽ ഡിവിസിബിൾ അല്ല. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. 9364. 9364. ഈ നമ്പർ 8ൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കണമെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കണം. 364. 8ൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. 8 4s are 32. 6 minus 2 4 0 4. 8 5s are 40. 4 0. റിമൈൻഡർ 0 കിട്ടുന്നില്ല, വിച്ച് ഈസ് നോട്ട് ഡിവിസിബിൾ. നോട്ട് ഡിവിസിബിൾ ബൈ 8. വേറൊരു നമ്പർ നോക്കാം. ദിസ് നമ്പർ ലാസ്റ്റ് 3 ഡിജിറ്റ് ആണ് എടുക്കേണ്ടത്. ലാസ്റ്റ് 3 ഡിജിറ്റ് 8ൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. 1 8s are 8. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 7. 2 8s are 16. 1 6. So here 2 8s are 16. So we get the answer 122. Remainder is 0. So this number is divisible by 8. Okay. Prime numbers and composite numbers. All the factors of 2 are 1 and 2. All the factors of 3 1 and 3. അതുപോലെ 4ന്റെ 1 2 4. Factors of 5 1 ഉം 5. 6ന്റെ 1 2 3 6. ഇവിടെ 2 കിട്ടുന്നത് 1 into 2. പിന്നെ 1 into 3 3 കിട്ടും. 1 into 4 4. Then 2 2s are 4. അപ്പോൾ ഏതൊക്കെയാ ഫാക്ടേഴ്സ് ആയിട്ട് വരിക? 4ന് 1ഉം 2ഉം 4ഉം ആണ്. ഇനി ഓൾ ദി ഫാക്ടേഴ്സ് ഓഫ് 5. 1 into 5 5. 6ന്റെ 6 ഏതൊക്കെ ടേബിളിലുള്ളതെന്ന് നോക്കാം. 6 1s are 6. അത് ഫാക്ടറായി. അപ്പോൾ 1ഉം 6ഉം വന്നു. 3 2s are 6. അപ്പോൾ 3ഉം 2ഉം വന്നു. അങ്ങനെ. Then next one, we see that 2 3 and 5 have only 2 factors, namely 1 and the number itself. We call these numbers a prime number. അതായത് 1ഉം ആ നമ്പറും 1ന്റെ കൂടെ ആ നമ്പറും. ഇപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 2 ചോദിക്കുകയാണെങ്കിൽ 1ഉം ആ നമ്പറും ആണ് ഉള്ളത് അല്ലെ. 2 എന്ന് പറയുന്ന നമ്പറും
1ഉം മാത്രമാണ് അവിടെ ഫാക്ടർ ആയിട്ടുള്ളൂ. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ 4 പ്രൈം നമ്പർ അല്ല. 1ഉം 3ഉം ആ നമ്പറും 1ഉം മാത്രമാണ് അവിടെ വരുന്നുള്ളൂ. അപ്പൊ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം ആ നമ്പറും. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാ പ്രൈം നമ്പേഴ്സ് വരാ? 2, 3, 5, 6 വരില്ല. കാരണം 1ഉം 6ഉം കൂടാതെ 2ഉം 3ഉം ഉണ്ട്. അപ്പൊ അതൊന്നും പ്രൈം നമ്പർ അല്ല. അപ്പൊ 6ഉം പ്രൈം നമ്പർ അല്ല, 4ഉം പ്രൈം നമ്പർ അല്ല. ബാക്കി 2ഉം 3ഉം 5ഉം പ്രൈം നമ്പേഴ്സ് ആണ്. ഇതിലെല്ലാം 2 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ നമ്പർ ഹാവിംഗ് എക്സാക്ട്ലി 2 ഡിഫറെന്റ് ഫാക്ടേഴ്സ്, നെയിംലി 1 ആൻഡ് ദി നമ്പർ ഇറ്റ്സെൽഫ്. 1ഉം ആ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7, 11, 30, 70, 90 എക്സെട്ര. ഇതിനകത്ത് 5 വരെയുള്ളത് നോക്കി. 11 1ഉം 11ഉം മാത്രമേ ഉള്ളൂ. 11 വേറെ ഏതെങ്കിലും ടേബിളിലുണ്ടോ? ഇല്ല. 13 വേറെ ഏതെങ്കിലും ടേബിളിൽ 13 കിട്ടോ? ഇല്ല. 17, 19 വേറെ ഒരു ടേബിളിലും നമുക്കിതിനെ കാണാൻ കഴിയില്ല. ഈ നമ്പേഴ്സിനെ കാണാൻ കഴിയില്ല. അപ്പൊ ഈ നമ്പേഴ്സിനും 1ഉം ആ നമ്പറും മാത്രമാണ് ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. ഓൺ ദി അതർ ഹാൻഡ് 4 and 6 ഹാവ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. നമ്മൾ കണ്ടു 4നും 6നും കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇവിടെ 4ന് 2 2s are 4 ആണ്. 1 into 4ഉം 4 ആണ്. അപ്പൊ ഇവിടെ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. 1ഉം 4ഉം കൂടാതെ വേറെ ഫാക്ടർ 2 ഉണ്ട്. അപ്പൊ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളതിനെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് പറയാ. 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ 6ഉം കോമ്പോസിറ്റ് നമ്പർ ആണ്. 1ഉം 6ഉം കൂടാതെ 2ഉം 3 ഉണ്ട്. 3 2s are 6 ആണ്. അപ്പൊ 1ഉം 6ഉം കൂടാതെ 2ഉം 3ഉം ഉള്ളത് കൊണ്ട് അതും കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ വേറൊരു കോമ്പോസിറ്റ് നമ്പേഴ്സ് പറയാം. 8 കോമ്പോസിറ്റ് നമ്പർ ആണ്. 9 കോമ്പോസിറ്റ് നമ്പർ ആണ്. കാരണം 9ഉം 8ഉം എല്ലാം ഓരോ ടേബിളിലും നമുക്ക് കിട്ടും. 2ന്റെ ടേബിളിൽ 8 ഉണ്ട്. 9 3യുടെ ടേബിളിലുണ്ട്. അപ്പൊ 1ഉം 9ഉം കൂടാതെ നമുക്ക് വേറെ ഫാക്ടേഴ്സ് ആ നമ്പേഴ്സിനുണ്ട്. അതുകൊണ്ട് അതെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് 1 ഈസ് നെയ്തർ എ പ്രൈം നോർ എ കോമ്പോസിറ്റ് നമ്പർ. 1ന്റെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം 1 into 1 ആണ് 1. അപ്പൊ 1 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ മാത്രമേ 1നുള്ളൂ. അവിടെ ഒരു ഫാക്ടർ മാത്രമാണ് 1നുള്ളത് കൊണ്ട് പ്രൈം നമ്പറും അല്ല കോമ്പോസിറ്റ് നമ്പറും അല്ല. 2 നമ്പേഴ്സ് ഉണ്ടെങ്കിലാണ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. 2ൽ കൂടുതൽ 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പ്രൈം നമ്പർ ആയിട്ട് കൂട്ടാം. 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ ആയിട്ട് കൂട്ടാം. ഇവിടെ 1ന് 1 into 1 1. അപ്പൊ 1 മാത്രമേ അവിടെ ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോ 1 ഈസ് നെയ്തർ എ പ്രൈം നോർ കോമ്പോസിറ്റ് നമ്പർ. നെക്സ്റ്റ് 2 ഈസ് പ്രൈം ആസ് വെൽ ആസ് ഈവൻ നമ്പർ. 2 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. ഈവൻ നമ്പറും കൂടിയാണ് 2 എന്ന് പറയുന്നത്. പിന്നെ 2 ഈസ് ദി ഓൺലി ഈവൻ നമ്പർ വിച്ച് ഈസ് പ്രൈം. ഇവിടെ 2 മാത്രമാണ് ഈവൻ പ്രൈം നമ്പർ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 3, 5, 7, 11 ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. 2 മാത്രമാണ് ഈവൻ പ്രൈം നമ്പർ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ഹെൻസ് എ നമ്പർ ഹാവിംഗ് മോർ ദാൻ 2 ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആർ കോൾഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഇവിടെ കോമ്പോസിറ്റ് നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ് 4, 6, 9, 15. ഇതിനെല്ലാം 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. 4നാണെങ്കിൽ 2 into 2 4 കിട്ടും. 6നാണെങ്കിൽ നമുക്കറിയാം 3 2s are 6 ആണ്. അപ്പൊ തന്നെ നമുക്കറിയാം അത് കോമ്പോസിറ്റ് നമ്പർ ആണ്. 9ഉം ഒരു ടേബിളിൽ 3യുടെ ടേബിളിൽ നമുക്ക് കിട്ടും. 3 3s are 9. അപ്പൊ അതും 1ഉം 9ഉം കൂടാതെ അവിടെ 3 വന്നു. ഇനി 15 ആണെങ്കിലോ 5 3s are 15. അപ്പൊ അവിടെ 5ന്റെ ടേബിളിലും 3യുടെ ടേബിളിലും നമുക്ക് 15 ഉണ്ട്. അപ്പൊ എന്താണ്? അതും കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇവിടെ ഈ നമ്പേഴ്സ് ഒന്നും വേറെ ടേബിളിൽ ഇല്ല. അതുകൊണ്ടാണ് ഈ നമ്പേഴ്സിനെ എല്ലാം പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് കോമ്പോസിറ്റ് നമ്പേഴ്സ്. നെക്സ്റ്റ് 1 ഹാസ് ഓൺലി 1 ഫാക്ടർ 1 itself. 1ന് ഒരു ഫാക്ടർ ഉള്ളൂ, അത് 1 തന്നെയാണ്. അതുകൊണ്ട് എന്താണ്? അത് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. അത് നേരത്തെ പറഞ്ഞത് തന്നെ. ഇപ്പൊ 1ന് ഒരു ഫാക്ടർ ഉള്ളൂ, അത് 1 തന്നെയാണ്. അതുകൊണ്ട് 1 ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ്. Co-prime numbers. Any 2 numbers which have 1 as a common factor are called co-prime numbers. 2 നമ്പേഴ്സിന് 1 കോമൺ ഫാക്ടർ ആയിട്ട് വരുവാണെങ്കിൽ അതിനെ co-prime numbers എന്ന് പറയും.
എക്സാമ്പിൾ 5ഉം 7ഉം 5ന്റെയും 7ന്റെയും ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 5ന്റെ 1ഉം 5ഉം 7ന്റെ 1ഉം 7ഉം. അവിടെ കോമൺ ഫാക്ടർ ഏതാണ്? 1 ആണ്. അതുപോലെ തന്നെ 9ന്റെയും 11ന്റെയും കോമൺ ഫാക്ടർ 1ഉം 9ഉം. ഇവിടെ 1ഉം 11ഉം ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഫാക്ടേഴ്സ് 1ഉം 9ഉം 1ഉം 11ഉം. അപ്പൊ കോമൺ ഫാക്ടർ ഇവിടെയും 1 ആണ് വരുന്നത്. ഇതിനെ എന്ത് പറയും? കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയും. അതായത് 5, 7 ഈ രണ്ട് നമ്പേഴ്സ് എടുത്തു. ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതി നോക്കി. ഫാക്ടേഴ്സ് എഴുതി നോക്കാം. 5ന്റെ 1ഉം 5ഉം 7ന്റെ 1ഉം 7ഉം. ഇവിടെ കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാ? 1. ഇങ്ങനെ 1 കോമൺ ആയിട്ട് വരുവാണെങ്കിൽ അതിനെ കോപ്രൈം നമ്പർ എന്ന് പറയും. 9, 11 ഇത് നോക്കുകയാണെങ്കിലോ 9ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 9s are 9, 1 9s are 9, 3 3s are 9, so 3 3s are 9. അപ്പൊ ഏതൊക്കെയാണ് ഫാക്ടർ? 1ഉം 9ഉം 3ഉം. ഇനി 11ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 11ന്റെ ഫാക്ടേഴ്സ് 1ഉം 11ഉം മാത്രമാണുള്ളത്. അപ്പൊ ഇതില് കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്? 1 മാത്രമാണ് കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ. വേറൊരു നമ്പറും കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നില്ല. 1 മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കാം? കോപ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കാം. കോപ്രൈം നമ്പേഴ്സ്. ഇതിനെ കോപ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നു. ട്വിൻ പ്രൈം നമ്പേഴ്സ്. എനി ടു പ്രൈം നമ്പേഴ്സ് whose difference is 2 are called twin primes. For example, 11 and 13, 41 and 43 are twin primes. രണ്ട് പ്രൈം നമ്പേഴ്സിന്റെ ഡിഫറൻസ് 2 ആണെങ്കിൽ, ഇത് 11ഉം 13ഉം രണ്ട് പ്രൈം നമ്പേഴ്സ് ആണ്. അതിന്റെ ഡിഫറൻസ് നോക്കി. 11ഉം 13ഉം പ്രൈം നമ്പേഴ്സ് ആണ്. വേറൊരു ടേബിളിലും 11ഉം 13ഉം കിട്ടുമോ? ഇല്ല. അപ്പൊ അത് രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ ഡിഫറൻസ് 2ഉം ആണെങ്കിൽ എന്താണ് അതിനെ വിളിക്കണേ? ട്വിൻ പ്രൈംസ്. അപ്പൊ 13 മൈനസ് 11 എന്ത് കിട്ടും? 2 ആണ്. അപ്പൊ ഇത് ട്വിൻ പ്രൈം ആണ്. 41ഉം 43ഉം 41ഉം 43ഉം പ്രൈം നമ്പേഴ്സ് ആണ്. 43 ഒരു ടേബിളിലും കിട്ടില്ല. 41ഉം വേറെ ടേബിളിലൊന്നും ഇല്ല. അപ്പൊ എന്താണ്? ഇത് രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ ഡിഫറൻസും കൂടെ നോക്കും. 43 മൈനസ് 41 പ്രൈം നമ്പേഴ്സിന്റെ ഡിഫറൻസ് എന്താണ്? 2 ആണ്. ഈ രണ്ട് പ്രൈം നമ്പേഴ്സിന്റെ ഡിഫറൻസ് 2 ആയതുകൊണ്ട് ഇത് ട്വിൻ പ്രൈം ആണ്. ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇത് പ്രൈം നമ്പേഴ്സ് ആണോ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണോ എന്ന് എഴുതണം. 18 പ്രൈം നമ്പർ ആണോ കോമ്പോസിറ്റ് നമ്പർ ആണോ? 18 2 ഡിവിസിബിൾ ആണ്. 9 2s are 18 ആണ്. 6 3s are 18 ആണ്. അപ്പൊ ഇവിടെ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ ആണ്. ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയാൽ മതി. 8 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. അപ്പൊ 2 ഡിവിസിബിൾ ആണല്ലോ. 2 ഡിവിസിബിൾ ഏതെങ്കിലും ഒരു നമ്പറിൽ ഡിവിസിബിൾ ആണെങ്കിൽ അത് കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. ഇപ്പൊ ഇവിടെ 21 ആണ്. 21 3 ഡിവിസിബിൾ ആണ്. അപ്പൊ അത് എന്തായിരിക്കും? കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. അടുത്ത 53 ഏതെങ്കിലും നമ്പറിൽ ഡിവിസിബിൾ ആവോ? ഇല്ല. അപ്പൊ അത് പ്രൈം നമ്പർ ആണ്. ദെൻ 85 ഇവിടെ അറിയാം യൂണിറ്റ് പ്ലേസിൽ 0യും 5ഉം വന്നാൽ 5 ഡിവിസിബിൾ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു നമ്പറിൽ ഡിവിസിബിൾ ആണെങ്കിൽ അത് എന്തായിരിക്കും? അതിന് ഈ നമ്പറും 1ഉം 85ഉം അല്ലാതെ വേറൊരു ഫാക്ടേഴ്സും കൂടെ കിട്ടുന്നുണ്ട് അതിന്. ഇപ്പോൾ 85ല് 5 ഡിവിസിബിൾ ആകുമ്പോൾ 1ഉം 85ഉം കൂടാതെ വേറൊരു ഫാക്ടർ അതിനുണ്ട്. അപ്പൊ എന്തായി? അത് കോമ്പോസിറ്റ് നമ്പർ ആണ്. നെക്സ്റ്റ് വൺ 77. 77 11 ഡിവിസിബിൾ ആണ്. 11ന്റെ ടേബിളില് 77 കിട്ടും. 11 into 7 എന്താണ്? 77 ആണ്. അപ്പൊ 11 ഡിവിസിബിൾ ആണ് ഇത്. അപ്പൊ ഇതെന്താണ്? കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇവിടെ 1ഉം 53ഉം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് പ്രൈം നമ്പർ ആണ്. നമ്പറും 1ഉം മാത്രമാണ് ഇവിടെ എന്തായിട്ടുള്ളൂ? ഫാക്ടർ ആയിട്ടുള്ളൂ. അപ്പൊ അത് മാത്രം എന്തായി? പ്രൈം നമ്പർ ആണ്. ബാക്കിയെല്ലാം കോമ്പോസിറ്റ് നമ്പർ ആണ്. കാരണം ബാക്കി എല്ലാ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ കഴിയും. 53നെ ഏതെങ്കിലും നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ 53ക്ക് 1ഉം 53ഉം മാത്രമാണ് ഫാക്ടർ ആയിട്ടുള്ളൂ.
85-ന് 5 ഫാക്ടർ ആയിട്ട് വരും. ഇവിടെ 77-ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 11 ഫാക്ടർ ആയിട്ട് വരും. ഇവിടെ 21-ന് 3 ഫാക്ടർ ആയിട്ട് വരും. 18-ക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 2-ലും 3-ലും ഡിവിസിബിൾ ആണ്. അപ്പോൾ ഫാക്ടേഴ്സ് 2-ഉം 3-യും വരുന്നുണ്ടല്ലോ. അപ്പൊ അത് കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. ഓക്കെ. Prime factorization. We know that factors are numbers that are multiplied to find a product. All composite numbers can be broken up into their factors. The breaking up of a number into its factors is called factorization. So first factorization. Factorization എന്താണ്? ഒരു നമ്പർ 24-നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാലോ. അപ്പൊ ജസ്റ്റ് 24-നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 12 കിട്ടും. അപ്പൊ 2 × 12 എന്താ കിട്ടുക? 24 ആണ്. അതായത് 24-ന്റെ ഫാക്ടേഴ്സ് എഴുതണം. 24-ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 24 നമുക്കറിയാം 4 ഈവൻ നമ്പർ ആണ്, 2-ൽ ഡിവിസിബിൾ ആണ്. അപ്പൊ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 2s are 4. ഇവിടെ എന്താ കിട്ടിയത്? 12. അപ്പൊ ഇതെന്തായിരിക്കും? 2 × 12 ആണ് 24. ഇങ്ങനെ എഴുതാം. ഹിയർ 24 ഈസ് ഫാക്ടറൈസ്ഡ്. ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? 24-നെ ഫാക്ടറൈസ് ചെയ്തു. ഇനി 24 ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ഇൻ മെനി വേസ്. 2 × 12 എന്താണ്? 24 ആണ്. ഈ 24-നെ 2 × 12 എന്ന് എഴുതി. ഇനി 12 എന്ന് പറഞ്ഞത് എന്താണ്? 6 2s are 12. അപ്പൊ ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. 12-നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. 6 2s are 12. ഇതും എന്ത് തന്നെയാണ്? 2 × 2 4, 4 × 6 24. അപ്പൊ ഇങ്ങനെയും ഫാക്ടറൈസ് ചെയ്യാം. ഇനി വേറൊരു മെത്തേഡ്. 6-നെ എന്തായിട്ട് എഴുതാം? 2 3s are 6 ആണ്. ഇവിടെ 6 എന്ന് പറയുന്നത് എന്താണ്? 2 3s are 6. അപ്പൊ വീണ്ടും ഫാക്ടറൈസ് ചെയ്തു. ഇവിടെ 6-നെ വീണ്ടും ഫാക്ടറൈസ് ചെയ്തപ്പോ 2 3s are 6. അപ്പൊ 24-നെ വീണ്ടും എന്ത് എഴുതാം? 2 × 2 4, 4 × 2 8, 8 × 3 24. സോ ഇങ്ങനെ 3 രീതിയിൽ ഇവിടെ ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി 24 ഈസ് ഈക്വൽ ടു 2 × 2 × 2 × 3. ഇപ്പൊ കണ്ടല്ലോ, ഇത് 12-നെ വീണ്ടും ഫാക്ടറൈസ് ചെയ്തപ്പോ 6 × 2 ആയി. വീണ്ടും ഈ 6-നെ വീണ്ടും ഫാക്ടറൈസ് ചെയ്തു, 2 × 3 ആയി. അപ്പൊ ഇത് ഏറ്റവും ചെറിയ നമ്പേഴ്സിലേക്ക് കിട്ടിയിട്ടുണ്ട്. 2 × 2 × 2 × 3. അപ്പൊ ഈ നമ്പേഴ്സിന് എന്താണ് പറയുന്നത്? വി സി ദാറ്റ് ഈച്ച് ഫാക്ടർ ഈസ് എ പ്രൈം നമ്പർ. ഇതെല്ലാം പ്രൈം നമ്പർ അല്ലേ? എല്ലാം പ്രൈം നമ്പർ ആണ്. ഇവിടെ 12 2 × 12 എന്ന് പറയുമ്പോൾ 12 പ്രൈം നമ്പർ അല്ല. 12 പ്രൈം നമ്പർ അല്ല. ഇവിടെ 6 പ്രൈം നമ്പർ അല്ല. ഇവിടെയോ എല്ലാ നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് ആണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? പ്രൈം ഫാക്ടറൈസേഷൻ. ഇവിടെയുള്ള എല്ലാ നമ്പറും പ്രൈം നമ്പേഴ്സ് ആണ്. ഇതിനെ എന്ത് പറയുന്നു? പ്രൈം ഫാക്ടറൈസേഷൻ എന്നാണ് പറയുന്നത്. ദി പ്രോസസ് ഓഫ് എക്സ്പ്രസിംഗ് എ ഗിവൺ നമ്പർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ് ഈസ് കോൾഡ് പ്രൈം ഫാക്ടറൈസേഷൻ. ഇങ്ങനെ പ്രോഡക്റ്റുകളെല്ലാം പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അതിന് എന്ത് പറയും? പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയും. ഇതിന്റെ എല്ലാ പ്രോഡക്ട്സും എന്താണ്? ഇതിലുള്ള എല്ലാ നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന് ഫാക്ടർ ട്രീ മെത്തേഡ് ഉപയോഗിക്കാം, ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ ഫാക്ടർ ട്രീ മെത്തേഡ്. ഫാക്ടർ ട്രീ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. For 36, one example. So we write 36. 36-നെ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ വെച്ച് വേണം ഡിവൈഡ് ചെയ്യാൻ. നമുക്കറിയാം 36 6 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് 2-ൽ ഡിവിസിബിൾ ആണെന്ന് നമുക്കറിയാം. അപ്പൊ 2-ൽ ഡിവിസിബിൾ ആണെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യാലോ. 1 2s are 2. Then subtract ചെയ്യുമ്പോൾ 16. 8 2s are 16. ഇവിടെ അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? 2 8 18. അപ്പൊ നമ്മളത് ഫാക്ടർ ട്രീ, ഒരു ട്രീ മെത്തേഡില് ഇതിനെ ചെയ്യണം. ഒരു ട്രീയുടെ ഷേപ്പിൽ വേണം ഇതിനെ എഴുതാൻ. അപ്പൊ ഇവിടെ 16 നമ്മള് സർക്കിളിൽ എഴുതി. ഇനി ഇവിടെ 2 സർക്കിൾ വരയ്ക്കാം.
അതെന്താണ്? 2ഉം 18ഉം എഴുതാം. ഇനി 18നെയും ഏറ്റവും ചെറിയ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ചെറിയ പ്രൈം നമ്പർ ഇവിടെ 2 വെച്ച് ഡിവിസിബിൾ ആണ്. കാരണം എന്താ? 8 ഈവൻ നമ്പർ ആണ്. 8 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണെങ്കിൽ 2 ഡിവിസിബിൾ ആണ്. 9. ഇവിടെ 9, 9ഉം 2ഉം. ഇനി അതുപോലെ 2വിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏത് ടേബിളിലാണ് 9 കിട്ടണേ? 3 3s are 9. 3 3s are 9. അപ്പൊ എല്ലാം പ്രൈം നമ്പർ ആയി. ഇവിടെ ബ്രാഞ്ച് ഇല്ല, കാരണം ഇത് പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ കിട്ടുന്ന വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ 2 കിട്ടി പ്രൈം നമ്പർ, ഇവിടെയും പ്രൈം നമ്പർ 2 കിട്ടി, ഇവിടെയും പ്രൈം നമ്പർ ആണ്. 3യും പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു, ഇതിന് ബ്രാഞ്ചസ് ഇല്ല അല്ലെ, അപ്പൊ ഇത് പ്രൈം നമ്പർ ആണ്. ഇതിന് ബ്രാഞ്ചസ് ഇല്ല, ഇത് പ്രൈം നമ്പർ ആണ്. ഇതിന് ബ്രാഞ്ചസ് ഇല്ല, ഇതും പ്രൈം നമ്പർ ആയതുകൊണ്ട് അതിന് ബ്രാഞ്ചസ് ആവശ്യമില്ല. ഇവിടെയും ബ്രാഞ്ചസ് ആവശ്യമില്ല, കാരണം ഇതും പ്രൈം നമ്പർ ആണ്. അപ്പൊ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 36. 2 ഇൻറ്റു 2 4. 3 ഇൻറ്റു 3 9. 9 4s are 36. Okay. Another example 54. 54നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 2s are 4. 5 minus 4 1 4. 7 2s are 14. So we get 27. So write branches to 27. Then 2 is a prime number. So ഇനി 27ന്റെ കാര്യം നോക്കിയാൽ മതി. 27 9 3s are 27. 9 3s are 27. Then 3 prime number ആണ്. ഇനി 9 നോക്കാം. 9 3 3s are 9. So we get the factor 3. So factorization of 54 is equal to, prime factorization of 54 is equal to 2 into 3 into 3 into 3. 2 into 3 into 3 into 3. പ്രൈം നമ്പേഴ്സ് എല്ലാം എടുക്കാം. ഇവിടെ പ്രൈം നമ്പേഴ്സ് ലാസ്റ്റ് നമ്മൾ ബ്രാഞ്ചസ് ഇല്ലാണ്ട് എഴുതിയേക്കുന്നതാണ് പ്രൈം നമ്പേഴ്സ്. ആ പ്രൈം നമ്പേഴ്സ് എടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. 3 2s are 6. 3 3s are 9. 9 6 are 54. Okay.